ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു കുട്ടി ഉണ്ടായതിന് ശേഷം ജർമ്മനിയിൽ ചെയ്യേണ്ട പേപ്പർ വർക്ക്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി ബർത്ത് സർട്ടിഫിക്കറ്റിനായി അപ്ലൈ ചെയ്യുക. ഇത് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കിട്ടും. ഇതിൽ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടാതെ എൽട്ടേൺ ആൻഡ് കിൻഡർഗാർട്ടൻ സ്റ്റെല്ലയിലേക്ക് അയക്കേണ്ട ബർത്ത് സർട്ടിഫിക്കറ്റ്സ് കൂടി കിട്ടും. ഇനി എക്സ്ട്രാ വേണമെങ്കിൽ ഫീസ് അടച്ചാൽ മതി. ഇനി കുട്ടിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഇൻ്റർനാഷണൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഫീസ് അടിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റ് പ്ലസ് ഇന്ത്യൻ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. ഇതിനായി ഇൻ്റർനാഷണൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ ബുർഗർ ബ്യൂറോയിൽ നിന്നുള്ള വെൽഡെ മെഷീനുകളും മേടിക്കണം. ഇതിനുശേഷം ഇന്ത്യൻ കോൺസുലേറ്റിൽ ഓൺലൈനായി അപ്ലൈ ചെയ്യണം. മൂന്നാമതായിട്ട് ജോലിയുള്ളവർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഇൻഫോം ചെയ്യുകയും സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഒരു കോപ്പിയും കൊടുക്കണം. അടുത്തതായി ഇൻഷുറൻസിൽ ഇൻഫോം ചെയ്യേണ്ടതാണ്. അവർക്ക് ഒരു കോപ്പിയും അയച്ചു കൊടുക്കണം. അഞ്ചാമതായി ഫാദർ എൽട്ടൈൻ സൈറ്റ് എടുക്കുന്നതിന് 7 ആഴ്ച മുൻപ് ഇൻഫോം ചെയ്യണം. അടുത്തതായി എൽട്ടൈൻ ഗൾഡ് കിൻഡർഗാർട്ടൻ സ്റ്റെല്ലകളിലേക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് വച്ച് അപ്ലൈ ചെയ്യണം. ഇത് 3 മാസത്തിനുള്ളിൽ തന്നെ ചെയ്യേണ്ടതാണ്. അവസാനമായിട്ട് പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് U3 അഥവാ തേർഡ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. ഒന്നാമത്തെയും രണ്ടാമത്തെയും എക്സാമിനേഷൻ കൊച്ച് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കഴിയും. അധികം താമസിക്കാതെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.